എന്നിട്ടല്ല ഒരു ആൻറ്റിക്കിൻ്റെ ലൈറ്റ് വെയിറ്റ് സെറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സംഗതി നോക്കിയട്ടെ, രണ്ടെണ്ണേ ഉള്ളൂ, പക്ഷേ ഇത് രണ്ടുണ്ടല്ലോ അതൊക്കെ മേത്ത് നിറച്ചുണ്ട്. ഇതാ എൻ്റെ സൈസ് തന്നെ ഉണ്ട് സാധനം. നല്ല വെറൈറ്റി മോഡലാണ് ഇത്. നോക്കിയട്ടെ, നമ്മൾ ഈ അടുത്തൊന്നും ഇങ്ങനെ ഒരു മോഡൽ ചെയ്തില്ല. നോക്കിയാൽ അടിയിൽ പേളായി, ഇവിടെ കണ്ട മണിമണിയായി, പിന്നെ ഇവിടെ നല്ല സ്റ്റോണൊക്കെ വെച്ച് ഗ്രീൻ സ്റ്റോണ്, അങ്ങനെ ഒരുപാട് സ്റ്റോണെല്ലായിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി മോഡലാണ്. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോകുന്നത്, ഇത് എത്ര പവനാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് കാണണം. കണ്ടുവെച്ചാൽ ഞാൻ ഇതിൻ്റെ വെയിറ്റ് കൃത്യമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ മനസ്സ് കണ്ട തൂക്കം എന്തായാലും ആയിരിക്കൂല എന്ന് എനിക്ക് തോന്നുന്നു. ഇതെന്തായാലും ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിൻ്റെ തൂക്കം ഉണ്ടല്ല 6.5 പവനാണ് ഇതിൻ്റെ തൂക്കം. നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച് എത്ര 6 പവനാണോ അതിൽ കുറവാണോ? 6 പവനിൽ കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല കമൻറ്റ് ചെയ്യുക. 6 പവനിൽ കുറവ് ചിന്തിച്ചാലും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. കറക്റ്റ് ആരാ ചിന്തിച്ച് വെച്ചാൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിൽ ഈ വലിയ സെറ്റ് വരുന്നുണ്ടല്ലോ 4.5 പവനാണ് ഇത് വരുന്നത് കേട്ടോ. പിന്നെ മോള് വരുന്നത് ആകെ 2 പവനേ ഉള്ളൂ. അങ്ങനെ 6.5 പവൻ്റെ കുട്ടപ്പ സെറ്റാണ്. നമ്മളൊരു കസ്റ്റമർ ഉണ്ടല്ലോ പ്രത്യേകം ഓർഡർ ചെയ്ത് ഡിസൈൻ അയച്ചു തന്നിട്ട് നമ്മൾ അതുപോലെ ചെയ്ത ഒരു ഡിസൈൻ. അതായത് ഇത് നമ്മുടെ ഡിസൈനല്ല, ഇത് കസ്റ്റമർ നമുക്ക് തന്ന ഡിസൈൻ. എന്തായാലും ഇതിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ എനിക്ക് പറയാനുള്ള. ഏതായാലും ഈ സാധനം നിങ്ങൾക്ക് ഒന്ന് അടുത്തുനിന്ന് ഒന്ന് കാണണ്ടേ, ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് അടുത്തുനിന്ന്. അപ്പോൾ സംഗതികൾ അടുത്ത് നടല്ല, നല്ല രസമുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്നുമല്ലേ, നേരിൽ കാണുമ്പോൾ ഭയങ്കര സുന്ദരനാണ്. അതെ, പിന്നെ ഇത്രയും തൂക്കം കാണുമ്പോൾ ചില കസ്റ്റമർ വിചാരിക്കും, അല്ലപ്പാ ഇത്രയും പേരിൽ ഞാൻ ആരാ സ്വർണ്ണം വാങ്ങുക, സ്വർണ്ണം തന്നെ വാങ്ങണ്ട, ഇതിങ്ങനെ കയറി പോകുന്നല്ലോ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ സ്വർണ്ണം വാങ്ങുന്നില്ല. പക്ഷേ ഞാൻ പറയാം, മിക്ക ആൾക്കാരും നമ്മളെ ചെറുപ്പം ഇന്ന് സ്വർണ്ണം വാങ്ങുന്നുണ്ട്. ഞാൻ പറയാം, നല്ല ദീർഘവീക്ഷണമുള്ളവർ എന്തായാലും സ്വർണ്ണം വാങ്ങുന്നുണ്ട്. വേറൊന്നല്ല, ഈ സ്വർണം എന്ന് വെച്ചാൽ ഒരു തരിയായാലും വാങ്ങി വെക്കുന്നത് ഏറ്റവും നല്ല. അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് നിങ്ങളൊരു സംരക്ഷണമാണ്, നിങ്ങൾക്കൊരു ധൈര്യമാണ്, ഒക്കെയാണ് സ്വർണം. വേറൊന്നുമല്ല, നിങ്ങൾ ഈ സ്വർണ്ണത്തിന് ബദൽ ഞാൻ വല്ല സ്ഥല കാര്യം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു പൈസേൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരിക്കലും വിറ്റിട്ട് നിങ്ങളെ കാര്യം നടക്കില്ല. നേരത്തെ സ്വർണ്ണം ഉണ്ടല്ല, നിങ്ങൾക്ക് എവിടെ പോയി വിറ്റാലും പൈസ കിട്ടും. ബാങ്കിൽ വെച്ച സ്പോട്ട് പൈസ കിട്ടും. വീട്ടിലൊരാൾക്ക് അസുഖ കാര്യം എന്ത് വന്നാലുണ്ടല്ല, ഒന്നും പഠിക്കാനില്ല, കയ്യിൽ സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി ബാങ്കിൽ പണയം വെച്ച പൈസ വിറ്റ സ്പോട്ട് പൈസ ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്വർണ്ണം എന്ന് വെച്ചിട്ടുണ്ടല്ല നമുക്കൊരു സംരക്ഷണമാണ്, നമുക്കൊരു ധൈര്യമാണ്. എന്തായാലും ഞാൻ പറയില്ല, ഒരു തരി സ്വർണ്ണമെങ്കിൽ ഒരു തരി സ്വർണം മാസത്തിൽ വാങ്ങി വെക്കുക എന്നുള്ളതല്ല, നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ്. നിങ്ങളെ ഭാവിയിൽ നിങ്ങൾക്കായാലും നിങ്ങളെ മക്കൾക്കായാലും എപ്പോൾ ഒരു ധൈര്യമാണ് ഈ സ്വർണ്ണം എന്നുള്ള സാധനം കൈമേലുള്ളത്. പിന്നെ സ്വർണ്ണ വില കയറിക്കൊണ്ടേ ഇരിക്കുമെന്ന്, ഇത് ചിലപ്പോൾ 1.5, 2, 3 ചിലപ്പോൾ ആവുമായിരിക്കും. ആ ഒരു കാലമാകുമ്പോഴത്തേക്ക് നിങ്ങൾ ചിന്തിക്കും, ആ 1,00,000 സംതിങ് ഉള്ളപ്പം വാങ്ങിയാൽ മതി എന്ന് ചിന്തിക്കും. അതുകൊണ്ട് ഞാൻ പറയാം, ഒരു തരി സ്വർണം എന്തായാലും ഓരോ മാസം നിങ്ങൾ വാങ്ങി വെച്ചോ. നിങ്ങൾക്ക് അത് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, അത് ഗുണമാവുള്ളൂ, ദോഷമാവില്ല. ഞാൻ പറഞ്ഞില്ലേ, സ്വർണം എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എപ്പോൾ ഒരു ധൈര്യമാണ്, നിങ്ങൾക്കൊരു സംരക്ഷണമാണെന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ചില ആളുണ്ടല്ല, സ്വർണ്ണം ഒന്നും വാങ്ങാണ്ട് പൈസ എന്ത് ചെയ്യും, ബാങ്ക് അക്കൗണ്ട് ഇടും. ഈ ബാങ്ക് അക്കൗണ്ടിൽ പൈസൻ്റെ എന്താ കാര്യം എന്താണ്, ചില്ലറ പലിശ കിട്ടുക. നേരെ കുറച്ച് അത് സ്വർണ്ണം നിങ്ങൾ വാങ്ങുന്നുണ്ടാവില്ല, സ്വർണ്ണത്തിൻ്റെ എന്ന് വെച്ചാൽ പൈസ ഇരട്ടിയാവുമെന്ന്, ബാങ്കിൽ വെച്ച് പലിശനെക്കാട്ടിയും കൂടുതൽ കിട്ടും. പിന്നെ പൈസ എന്ന് പറയുന്ന സാധനം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, നമ്മൾ അക്കൗണ്ടിലെ പൈസ കിട്ടില്ല. ഇന്ന് ഗൂഗിൾ പേൻ്റെ കാലമാണ്. നമ്മൾ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോകും, എന്തെടുത്താലും വിഷയമല്ല, ഗൂഗിൾ പേ ചെയ്യലുണ്ട്, പൈസ കഴിയുമ്പോൾ പോകുന്നേരമില്ല. ശരിക്കും പേഴ്സ് പൈസ ഉണ്ടെങ്കിട്ടല്ല, എടുത്ത് കൊടുക്കാൻ എല്ലാവർക്കും ഒരു മടിയുണ്ടാവും. പക്ഷേ ഇതിപ്പോൾ ഗൂഗിൾ പേ അതിന് ശേഷം ഉണ്ടല്ല, കൈമെന്ന് പൈസ പോകുന്ന സ്പീഡ് ഉണ്ടല്ല, ഭയങ്കര സ്പീഡാണ്. അതുകൊണ്ട് ഞാൻ പറയാം, ബാങ്ക് അക്കൗണ്ടിലിട്ട പൈസ എന്ന് വെച്ചാൽ തീരാൻ ഒരു പണിയില്ല. നേരെ വെച്ച് നിങ്ങൾ ബാങ്ക് അക്കൗണ്ടിൽ ഇടാണ്ട് അതിനെ കൊണ്ട് നമ്മൾ ഒരു ഗ്രാമോ 2 ഗ്രാമോ സ്വർണ്ണം നിങ്ങൾ വാങ്ങി വെച്ച് നോക്ക്. നമുക്ക് ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് എടുക്കുള്ളൂ. അല്ലാണ്ട് നമ്മൾ വെറുതെ പോകുമ്പോൾ അത് ഡ്രസ്സ് കണ്ടാലും മറ്റേത് കണ്ടാലും ഒരിക്കലും മോതിരം പറ്റിയിട്ട് ആരും ഈ സാധനം വാങ്ങില്ല. അപ്പോൾ എന്താ, നിങ്ങളെ പൈസ, നിങ്ങളെ സമ്പാദ്യം സേഫാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്വർണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യമാണ്, സമ്പാദ്യമാണ്, സേഫാണ്, നിങ്ങളെ ഭാവി സുരക്ഷിതമാക്കുന്ന ഒരു സാധനമാണ് സ്വർണം എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പറയുന്നത് ബിസിനസ് ലെവലിൽ കേൾക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം, ഞാൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. കാരണം ബുദ്ധിയുള്ളവർ സ്വർണം വാങ്ങുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. നമ്മുടെ ഷോപ്പിൽ നിന്ന് ഒരുപാട് ആൾക്കാർ സ്വർണം വാങ്ങുന്നുണ്ട്. അപ്പോൾ സ്വർണം വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നല്ല ബ്രാൻഡ് സ്ഥലത്ത് സ്വർണം വാങ്ങുക, നല്ല ഗ്യാരണ്ടി ഉള്ള സ്ഥലത്ത് സ്വർണം വാങ്ങുക. എന്തായാലും ജീസസ് ഗോൾഡ് സ്വർണം വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഗ്യാരണ്ടി തരാം, ഇവിടുന്ന് വാങ്ങിയ സാധനം ഉണ്ടല്ല, ഒരാഴ്ച കൊണ്ട് 2 ആഴ്ച കൊണ്ട് 3 ആഴ്ച കൊണ്ട് പൊട്ടിയിട്ടുണ്ടെങ്കിലല്ല, അത് എത്ര വലിയ സാധനമായാലും അത് മാറ്റി പുതിയ സ്വർണ്ണം ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരുന്നതാണ്. വേറൊന്നുമല്ല, എൻ്റെ സാധനം പൊട്ടൂല എന്നാണ് എൻ്റെ ചിന്ത. വേറൊന്നുമല്ലേ,
നമ്മളിവിടെ വരുന്ന സ്വർണ്ണങ്ങൾ കംപ്ലീറ്റ് ഉണ്ടല്ല ശരിക്കും ചെക്ക് ചെയ്യാതെ ചെയിൻ ആയാലും ബ്രേസ്ലെറ്റ് ആയാലും എല്ലാ സാധനവും അത് കറക്റ്റ് ചെക്ക് ചെയ്ത് അതിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ അത് വലിച്ചു നോക്കി അതിൻ്റെ ഉറപ്പ് നമ്മളുണ്ടല്ല പൂർണ്ണമായും ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമേ കസ്റ്റമർക്ക് നമ്മൾ കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്താ ഇത് പൊട്ടൂല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ ലൈറ്റ് വെയിറ്റ് സാധനങ്ങളുണ്ട്, അത് വലിച്ചു നോക്കാൻ പറ്റൂലെങ്കിലും കൊടുക്കുമ്പോൾ നമ്മൾ പറയും ദാ ലൈറ്റ് വെയിറ്റ് ആണ്, പൊട്ടാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ച് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കല്. നേരെ മറിച്ച് നമ്മൾ ചെക്ക് ചെയ്ത് പൊട്ടൂല എന്ന് ഉറപ്പുള്ള സാധനങ്ങൾ പൊട്ടൂല എന്ന് പറഞ്ഞിട്ട് തന്നെ കൊടുക്കും ഞാൻ. ഇനി പൊട്ടിയുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഒരാഴ്ച 2 ആഴ്ച 3 ആഴ്ച എന്നാലും ഞാൻ എന്തായാലും മാറ്റി കൊടുക്കുന്ന എനിക്ക് പറയാനുള്ളത്. വേറൊന്നല്ല, ഇത്രയും ലക്ഷത്തിൻ്റെ സാധനം വാങ്ങിയിട്ട് അതിന് 1 മാസം ഗ്യാരണ്ടി ഇല്ല, പിന്നെ നിങ്ങൾ ആ സാധനം വാങ്ങണം. അതുകൊണ്ട് എൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സാധനം പൊട്ടൂല എന്നാണ് എൻ്റെ ഉറപ്പ്. വേറൊന്നല്ല, അത് നമ്മൾ ചെക്ക് ചെയ്ത് ഉറപ്പിച്ചിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടും പഠിക്കാറില്ല. അപ്പോൾ ഞാൻ പറയാം, സ്വർണ്ണം വാങ്ങുന്നുണ്ടെങ്കിൽ ജീസസ് ഗോൾഡിൽ നിന്ന് ധൈര്യത്തിൽ സ്വർണ്ണം വാങ്ങുക. ജീസസ് ഗോൾഡിലെ സ്വർണ്ണം ഉണ്ടല്ല എന്തായാലും ബ്രാൻഡ് സ്വർണ്ണമാണ്, കാരണം അതിനെപ്പോൾ ഒരു ഗ്യാരണ്ടി ഉണ്ട്. എൻ്റെ ഗ്യാരണ്ടി നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് തരുന്നത് ജീസസ് ഗോൾഡിൽ നിന്ന് തീർച്ചയായും സ്വർണ്ണം വാങ്ങിക്കോ. നിങ്ങൾ വാങ്ങുന്ന സ്വർണ്ണം എന്നുണ്ടല്ല സ്ട്രോങ് ആയിരിക്കും, ഉറപ്പായിരിക്കും, ഒന്നുകൊണ്ട് പഠിക്കാനുള്ള ഫുൾ ഗ്യാരണ്ടിയാണ് ഞാൻ തരുന്നത്. അപ്പോൾ നമ്മൾ ഈ സെറ്റിനെ പറ്റിയുള്ള അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ സെറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വല്ല കല്യാണ കാര്യം വരുന്നുണ്ടെങ്കിൽ എന്തായാലും മുകളിലത്തെ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. കേരളത്തിൽ എവിടെയായാലും ഇതുപോലുള്ള സെറ്റുകളായാലും ചെയിനുകളായാലും മാലകളായാലും നമ്മൾ എത്തിച്ചു തരുന്നതാണ്. നമുക്ക് ഓൺലൈൻ സംവിധാനങ്ങൾ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ലൈറ്റ് വെയിറ്റ് ഐറ്റംസ് ഒരുപാടൊക്കെ വേണ്ടവരും അവർക്ക് കൂടി ഈ മോഡൽ എത്തിക്കോട്ടെ. അതുകൊണ്ട് എന്തായാലും ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ശരി, എന്നാൽ പിന്നെ എല്ലാവർക്കും ഓക്കെ, ബൈ.